ഹായ് ഗൈസ്, അങ്ങനെ 2025 ആദ്യത്തെ മലയാളം റിലീസ് ഐഡന്റിറ്റി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ, സ്റ്റാറിംഗ് ടൊവിനോ ആൻഡ് തൃഷ. സോ ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്ന് പറയാം. പക്ഷേ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില പോരായ്മകളുണ്ട്. അങ്ങനെ പടം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പുതുമയുള്ളൊരു സബ്ജക്റ്റും ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വേറെ ഒരു സിനിമകളുടെയും ഇൻഫ്ലുവൻസ്ഡോ അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു ഫിലിമായിട്ടോ തോന്നിയില്ല. ഒരു എൻറ്റയർലി ഒരു പുതുമയുള്ള ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്, അങ്ങനെയുള്ളൊരു സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇൻ്റർവൽ ബ്ലോക്കോട് കൂടി നിർത്തിയ ആ ഒരു ഫിലിം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും പയ്യെ അങ്ങോട്ട് ട്രാക്ക് മാറ്റി ടോട്ടലി വേറെ ഏതൊരു ടെറൈനിലേക്ക് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നല്ലൊരു ഗ്രൗണ്ടഡ് ത്രില്ലറായിട്ട് തുടങ്ങിയൊരു സിനിമ ക്ലൈമാക്സ് ആയപ്പോഴേക്കും ഒരു മിഷൻ ഇമ്പോസിബിൾ ലെവലിലേക്ക് അങ്ങോട്ട് വഴിതെറ്റിപ്പോയോ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടിരുന്നത്. അങ്ങനെ നല്ല പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എഴുത്തിൻ്റെ ഒരു ഭംഗി ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് സെക്കൻഡ് ഹാഫിൽ ഹൈ മൊമെൻറ്റ്സ് കിട്ടാതെ പോയ കുറച്ച് ബിൽഡപ്പിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ കുറേ സീനുകളോടുകൂടി എന്നെ ഒരു കുറച്ച് നിരാശപ്പെടുത്തിയത് സെക്കൻഡ് ഹാഫ് വഴി. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു തവണ തിയേറ്ററിൽ പോയി കാണാനുള്ള പരിപാടി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഡിലേ ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇങ്ങനെ നീണ്ടു പോയി അവസാനമാണ് ഈ പടം ഇന്ന് റിലീസായിട്ടുള്ളത്. ഇതിൽ ഇവരെടുത്ത് പറയുന്നൊരു സവിശേഷതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 40 മിനിറ്റ്സിലെ ഫൈറ്റ് സീക്വൻസും ആണ്. ഫൈറ്റ് സീക്വൻസ് ടൊവിനോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാർക്കോയിൽ ഉണ്ണിമുകുന്നതിൻ്റെ ഒരു ഫൈറ്റ് കൊണ്ടുള്ള ഒരു കഴിഞ്ഞാട്ടം നമ്മൾ കണ്ടെങ്കിൽ ഈ സിനിമയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മേക്കിങ്ങിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ്റെ കാര്യത്തിൽ ആ ഭാഗങ്ങളെല്ലാം ടൊവിനോ നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊവിനോയുടെ ഒരു ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. തൃഷയുടെ കാര്യം വരുമ്പോൾ ഇനീഷ്യലി തൃഷയുടെ ക്യാരക്ടർ കൊണ്ടാണ് ഈ പടത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ ഇന്നാക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ ഒരു റോളിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു. ദെൻ ഷമ്മി തിലകൻ നല്ല രസമായിരുന്നു. ഷമ്മി തിലകൻ്റെ ഒരു ഡെലിവറിയും, പുള്ളിയാണ് ഈ സിനിമയിൽ ഒരു നരേറ്ററിൻ്റെ റോള് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയിൽ അജു വർഗീസ് ഉണ്ട്, വിനയ് റായ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെറിയ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരും മോശമാക്കിയിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് അർജുൻ രാധാകൃഷ്ണൻ. ഹീസ് എ കമീലിയൻ. ഏത് റോള് കൊടുത്താലും തൊട്ട് മുമ്പ് അയാൾ ചെയ്ത സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ അർജുൻ്റെ ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട്. വിശാഖ് നായരും ആ ഒരു ചെറിയൊരു റോളാണ്, പക്ഷേ അത് നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് അർച്ചന കവിയുടെ ഒരു റോള് വരുന്നുണ്ട്. അതും നല്ല ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്ക്സ് ബിജു ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. എനിക്കത് നല്ലപോലെ വർക്കായി. ആ ഒരു സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് നഷ്ടപ്പെടാതെ തന്നെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ സ്കോർ അടിപൊളിയായിട്ട് ജെയ്ക്സ് ബിജു ചെയ്തിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ് നല്ല ക്രിസ്പായിട്ടുള്ള കട്ട്സ് ആണ്. ഇതിനകത്ത് കാർ സീക്വൻസിൽ വരുന്ന കുറേ പോർഷനൊക്കെ ഉണ്ട്, ഒരു ഫൈറ്റ് റിലേറ്റഡ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ടർക്ക് കാർ ചേസ് ഭയങ്കര ഒരു ക്രേസാണെന്ന് തോന്നുന്നുണ്ട്. ഫോറൻസിക് സിനിമയിലും അതേപോലത്തെ ഒരു സീൻ നമ്മൾ കണ്ടതാണ്. ഇതിലും നല്ല വെടിപ്പായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നല്ല പ്രോമിസിങ് ആയിരുന്നു. നല്ലൊരു പുതുമയും ഫ്രഷ്നെസ് സമ്മാനിച്ചുകൊണ്ട് തുടങ്ങുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ഇറ്റ് ഗോട്ട് ലോസ്റ്റ് സംവെയർ ഇൻ ബിറ്റ്വീൻ. ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഥയിൽ നിന്ന് വിട്ടുമാറി നമ്മൾ എന്ത് പറഞ്ഞ് തുടങ്ങിയോ അതിൽ നിന്ന് ഫോക്കസ് മാറി വേറെ ഏതോ ലെവലിലേക്ക് പോകുന്ന ഒരു തരത്തിലായിരുന്നു ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ പോയത്. ഡിറക്ഷൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നല്ലൊരു ക്ലീൻ പാക്കേജ്, നല്ലൊരു ക്ലീൻ പടമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിറക്ഷൻ്റെ പോരായ്മയായിട്ട് തോന്നിയില്ല. ഒരുപാട് നമ്മൾ എൻഗേജിങ് ആണ്, പടം എൻഗേജിങ് ആണോ, നമുക്കങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും കുറച്ചും കൂടി ഹൈ മൊമെൻറ്റ്സ് തരേണ്ട സീനുകൾ, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസും അതിന് മുമ്പുള്ള സീനും ഒരുപാട് ബിൽഡപ്പ് വന്നിട്ട് അത് എങ്ങും എത്താതെ പോയി. ചില സീനുകളൊക്കെ കുറച്ചും കൂടി എലവേറ്റ് ചെയ്യേണ്ട സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോയൊരു ഫീലാണ് വന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴും ഒരു ഓക്കേഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയ ചെറിയ കുറച്ച് സീനും കൂടി പറയാം. ഇതിൽ പലയിടത്തായിട്ട് അജു വർഗീസിൻ്റെ ലിപ്പിൻ്റെ താഴെ, അതായത് മീശ VFX ചെയ്ത് കളഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, പക്ഷെ അങ്ങനത്തെ ഒരു സീൻ എനിക്ക് തോന്നി. പലയിടങ്ങളിലായിട്ട് അജു വർഗീസിൻ്റെ ഫേസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ മീശ റിമൂവ് ചെയ്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് പാനൊക്കെ ചെയ്ത് എയർപോർട്ടിലൊരു സീനിൽ നമ്മുടെ ഒരു വില്ലൻ ക്യാരക്ടർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെ ആ ഒരു ഡയലോഗിൽ കൂടെ കളഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി തോന്നി. എനിക്കത് ഇച്ചിരി ഓക്വേർഡായിട്ടാണ് തോന്നിയത്. വില്ലൻ ഇങ്ങനെ നല്ല സ്റ്റൈലിഷായിട്ട് നടന്നു വരുന്നു. ആൻഡ് ദി സപ്പോർട്ടിങ് ആക്ട്രസ് വാസ് ലൈക്ക് സാർ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ സീനിൻ്റെ ഒരു ഭംഗി തന്നെ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതർവൈസ് ഇറ്റ് കുഡ് ഹാവ് ബീൻ എ പെർഫെക്റ്റ് സ്റ്റൈലിഷ് ഷോട്ട്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി സ്ക്രീൻ പ്ലേയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു ഗംഭീര പടം നമുക്ക് കിട്ടിയാനെ. പക്ഷേ
ദാറ്റ്സ് നോട്ട് ദ കേസ്. ടൊവിനോ 100% ഇട്ടിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഏത് പടം എടുത്താലും മാക്സിമം ഔട്ട്പുട്ട് തരുന്ന ഒരാളാണ്. അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. തൃഷയുടെ റോള് വേറൊരു ആർട്ടിസ്റ്റിനും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തൃഷയുടെ ക്യാരക്ടർ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരുടെ റോള് വളരെ മിനിമലൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അജു വർഗീസ് ഡീസൻ്റ് ആയിരുന്നു. സോ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി സ്റ്റഫ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട ഒരു പടമായിരുന്നു. സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമാക്കാർ ഉപയോഗിക്കുന്ന ഈ കുറേ ട്രോപ്സ് ഉണ്ടല്ലോ, ഈ റേപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി ഹുക്ക് ചെയ്യാനായിട്ട്, അതിനൊക്കെ കാലം കഴിഞ്ഞു. അതൊക്കെ മടുത്തു തുടങ്ങി പ്രേക്ഷകർക്ക്. നമ്മൾ എത്ര സിനിമ കാണുന്നതാണ് ഒരു കൊല്ലം. 2024 തന്നെ എത്രയോ പടങ്ങളിൽ കണ്ടു. അപ്പോൾ ഇനിയെങ്കിലും ഇമോഷണൽ കണക്റ്റ് കൊണ്ടുവരാനായിട്ട് ഈ റേപ്പേ പറ്റൂ എന്നൊരു ചിന്ത നിങ്ങൾ സിനിമാക്കാർ മാറ്റിയേ പറ്റുള്ളൂ. പ്രേക്ഷകർക്കും മടുത്തു, ഇതിനെപ്പറ്റി സംസാരിക്കുന്നവർക്കും മടുത്തു. നിങ്ങൾക്ക് എന്തുകൊണ്ട് മടുക്കുന്നില്ല? ലോകത്ത് മനുഷ്യൻ്റെ ഹ്യൂമൻ ആസ്പെക്റ്റിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന. റേപ്പ് ഈസ് ആൻ ഔട്ട്ഡേറ്റഡ് തിങ്. വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും സിനിമയിൽ ആ ഒരു സാധനം, അതിൻ്റെ ഉപയോഗം വളരെ മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും കണക്ഷൻ കിട്ടുന്നില്ല. കണ്ടുകണ്ടും അടുത്തൊരു സാധനമായിട്ട് അത് പോകുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോനെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.